എല്ലാവർക്കും നമസ്കാരം. വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തന്നെയാണ് കേട്ടോ. എനിക്ക് മെസ്സഞ്ചറിലൊക്കെ പേഴ്സണലി കുറേ മെസ്സേജുകൾ വന്നു. ഞാനൊരു സ്ത്രീ ആയിട്ട് എന്തിനാണ് രാഹുലിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത്? രാഹുൽ ഇങ്ങനെ ചുറ്റി നടന്ന് ഈ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എൻ്റെ സുഹൃത്തുക്കളും എനിക്കറിയാവുന്നവരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താതെ പേഴ്സണലി എന്നോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരോടും കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഫെമിനിസ്റ്റുകളെല്ലാം തന്നെ ഇരുട്ടവിളക്ക് പറയുന്നൊരു വാചകമുണ്ട്, സമത്വം. നമുക്ക് സമത്വം വേണം. ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. ഒരു സമൂഹത്തിന്റെ ഇരുവശങ്ങളാണ് രണ്ടുപേരും. ഈ രണ്ടുപേർക്കും എല്ലാ കാര്യത്തിലും ഇവിടെ ഇക്വാളിറ്റി ഉണ്ടാവണം. യാതൊരുവിധ വേർതിരിവും പാടില്ല. ഇപ്പം പുരുഷൻ ചെയ്യുന്ന എല്ലാ മേഖലകളിലെ തൊഴിലുകളും സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പല കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും അവർ മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, വരികയാണ്. അത്രയും കഴിവുള്ള ആപ്റ്റായ സ്ത്രീകളെല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സമത്വം ആവശ്യമില്ലേ? എൻ്റെ ഒരു ചോദ്യം അതാണ്. ഈ ഒരു കാര്യത്തിൽ സമത്വം നിങ്ങൾക്ക് വേണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടുപേർ പരസ്പരം ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും പരസ്പര സമ്മതത്തോടുകൂടി ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം പുരുഷൻ മാത്രം തെറ്റുകാരനാവുകയും നാളുകൾക്ക് ശേഷം സ്ത്രീ കൊണ്ടുപോയി പരാതി കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ ഇക്വാളിറ്റി വേണ്ടേ? അവിടെ കാണിക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ കഴിവുകേടിനെയല്ലേ അവിടെ കാണിക്കുന്നത്? നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നത്തിനാണ് നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ കോടതിയിൽ പോയതിനെയോ കേസ് കൊടുക്കുന്നതിനെയോ ഒന്നിനെയും ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെ അവിടെ എങ്ങനെ പീഡനം എന്ന ഒരു വാക്ക് അതിന് ഉള്ളിൽ അങ്ങനെ കയറി വന്നു എന്നതാണ് എൻ്റെ ചോദ്യം. ആ പീഡിപ്പിക്കുക എന്നത് എങ്ങനെ അവിടെ വരും? ഗർഭഛിദ്രം നടത്താൻ അല്ലെങ്കിൽ അവിടെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ച് ടാബ്ലറ്റ് കഴിപ്പിച്ചു എന്ന് പറയുന്നു. ആ സമയത്ത് ആ കുട്ടിക്ക് അതിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് പരാതിപ്പെട്ടില്ല? ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ കുട്ടി പരാതിപ്പെടാതിരുന്നത്? എന്റെ ചോദ്യം അതാ. പീഡിപ്പിച്ചു എന്നത് ഒരിക്കലും ശരിയല്ല. കാരണം രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടിയാണ് ചെയ്തത്. അപ്പോൾ അത് പീഡനമല്ല. ഒരു സ്ത്രീയെ അവരുടെ ഇഷ്ടമില്ലാതെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനെയാണ് നമ്മൾ പീഡനം എന്ന് പറയുന്നത്. അതിനുശേഷം വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, അല്ലെങ്കിൽ അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു, അതിനെതിരെയൊക്കെ കേസ് കൊടുത്തോട്ടെ. അതിനൊന്നും ഞാനെതിരല്ല. അത് കേസ് കൊടുക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിന് ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടുമില്ല. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, 10 പേർ അറിയുന്ന ഒരു പബ്ലിക് ഫിഗറാണ്. അപ്പം ഈ ഒരു സംഭവം, അതായത് ഒരു പെൺകുട്ടിയോട് മാത്രമല്ല, മറ്റ് പല പെൺകുട്ടികളോട് കാണിച്ച ഈ ഒരു പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ വ്യക്തമായി പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ പുരുഷൻ മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാകുന്നത് എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ പിന്നെ അവിടെ നിങ്ങൾക്ക് സമത്വം വേണ്ടേ? അപ്പം സ്ത്രീയുടെ ഇപ്പം നമ്മുടെ ബഹുമാന ശ്രീ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു ഇന്നലെ. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തു. എന്താ കേസെടുത്തതിന്റെ കാരണം എന്താണ്? ഇരയുടെ പേര് വെളിപ്പെടുത്തി, ഇരയുടെ സ്വകാര്യതയെ മാനിച്ചില്ല എന്നൊക്കെയാണ് രാഹുൽ ഈശ്വറിനെതിരെ എടുത്ത കേസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുരുഷന് സ്വകാര്യതയില്ലേ? ഈ പുരുഷന് ഇതൊന്നും ആവശ്യമില്ലേ എന്നതാണ് എന്റെ ചോദ്യം. അതായത് ഒരു സ്ത്രീയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുന്ന പുരുഷൻ എന്തായാലും ശിക്ഷിക്കപ്പെടണം. ഒരിക്കലും അത് നടപ്പിലാക്കാൻ പാടില്ല. ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. ഇതിനൊക്കെ ഞാൻ എതിരല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഫെമിനിസ്റ്റ് അല്ല ഞാൻ കേട്ടോ. അതും കൂടി ഞാൻ ദയവായിട്ട് പറഞ്ഞേക്കാം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്ത് കാര്യവും സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ശരിയും സ്ത്രീകൾ ചെയ്യുന്നതിനെല്ലാം ന്യായീകരിച്ചും സംസാരിക്കുന്നതാണ് ഫെമിനിസം എങ്കിൽ സോറി, ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ്. അത്തരത്തിലുള്ളൊരു ഫെമിനിസ്റ്റ് അല്ല ഞാൻ. ഒരിക്കലും ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എന്നെ പെടുത്തുകയും വേണ്ട. ഞാൻ ആ ഒരു ഫെമിനിസ്റ്റ് അല്ല. ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഇക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ നീതിയെ നിയമവശത്തെയും ഒരുപോലെ കാണുന്ന ഒരു ഫെമിനിസ്റ്റാണ് ഞാൻ. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അത് ഒരുപോലെ അതിനെ വീതിച്ച് കൊടുക്കുമ്പോഴേ അവിടെ ഇക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ, നിയമം ഉണ്ടാവത്തുള്ളൂ, നീതി ഉണ്ടാവത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇതിനെ പുരുഷന്റെ പേര് വെളിപ്പെടുത്താം, പുരുഷന്റെ കുടുംബം വെളിപ്പെടുത്താം, പുരുഷനെ തോണ്ടി പുരുഷന്റെ അഡ്രസ്സ് എന്താ പറയുന്നത്, പൂർവികന്മാരുടെ പേര് സഹിതം വെളിപ്പെടുത്തുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതിനോ അല്ലെങ്കിൽ സമ്മതമില്ലാതെ മയക്കുമരു കൊടുത്തോ വേറെ എന്തെങ്കിലും കുത്തിവെച്ചോ തട്ടിക്കൊണ്ടുപോയോ റേപ്പ് ചെയ്ത ഒരു പെൺകുട്ടിയുടെ പേരല്ല രാഹുൽ ഈശ്വർ അവിടെ വെളിപ്പെടുത്തിയത്.
ഒരു വിവാഹം കഴിച്ചിരിക്കെ ഡിവോഴ്സ് പോലും ചെയ്യാതെ വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും സ്വയമേ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും സൗഹൃദം സ്ഥാപിച്ച് നാളുകൾ കഴിയുകയും ചെയ്തതിന് ശേഷമാണ് ഈ പരിപാടികളെല്ലാം നടത്തി അബോഷനുള്ള ടാബ്ലറ്റും കഴിച്ച് അബോഷനും ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് കേസായിട്ട് രംഗത്ത് വരുന്നത്. അതുവരെ എന്താ കേസ് കൊടുക്കാതിരുന്നത്? അബോഷൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തർക്കിക്കാൻ എന്തായിരുന്നു? അന്നേരം കേസിന് പോകാൻ എന്തായിരുന്നു? എന്നെ അബോഷന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നു എന്നും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്നും അന്ന് എന്തേ പറഞ്ഞില്ല? ഞാൻ അതൊക്കെ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തത് വ്യക്തിപരമായി അദ്ദേഹം ചെയ്ത കാര്യം മോശം തന്നെയാണ്. അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്രയും ശോഭിച്ചു നിൽക്കുന്ന ആളായതുകൊണ്ടും അദ്ദേഹം ചെയ്ത കാര്യത്തെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പല പുരുഷന്മാർക്കും പറ്റുന്ന തെറ്റാണ്. അപ്പം നിങ്ങളും ദയവായിട്ട് എൻ്റെ പുരുഷന്മാരെ, നിങ്ങളും ഈ തെളിവുകൾ എടുത്ത് വെക്കുക. ഈ വീഡിയോ കോൾ ആയാലും ചാറ്റ് ഹിസ്റ്ററി ആയാലും ഇവരുടെ വോയിസ് മെസ്സേജസുകളായാലും പുരുഷന്മാരും അതെടുത്ത് വെച്ചിട്ട് അവർക്കും വേണമെങ്കിൽ പുറത്തു വിടാവല്ലോ. അപ്പം ഈ സ്ത്രീകൾക്ക് മാത്രമാണ് നിയമം അനുകൂലമെന്ന് വെച്ചിട്ട് ദയവായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല. ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു മകളുണ്ട്, 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിലാണ് ഞാൻ ഉള്ളത്. അതായത് എനിക്ക് 2 സിസ്റ്റേഴ്സാണുള്ളത്. അപ്പം ഈ പെൺകുട്ടികളെ വളർന്നു വന്നതും ഞങ്ങൾ പഠിച്ചു വന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു പെൺകുട്ടിയുണ്ട്, എൻ്റെ വീട്ടിൽ ഇഷ്ടംമാതിരി പെൺകുട്ടികളുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ പീഡനം അനുഭവിച്ചത് എനിക്കറിയാം. അതിനൊന്നും ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ അത് പരസ്പര സമ്മതത്തോട് പോയി കൂടി ചെയ്തതിന് ശേഷം നാളുകൾക്ക് ശേഷം പീഡനം എന്ന് ആരോപിച്ച് രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് അവിടെ സ്ത്രീത്വം തന്നെയാണ് അപമാനിക്കപ്പെടുന്നത് കേട്ടോ. ആ ഒരു അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ഞാനല്ല. അതിനെ ന്യായീകരിക്കാനുള്ളൊരു എന്നിലെ സ്ത്രീ അതിനെ ന്യായീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം സ്ത്രീയാണെന്ന കൺസിഡറേഷൻ ന്യായീകരിച്ചു കൊടുക്കണോ? ആ സ്ത്രീയും കൂടെ ചേർന്ന് സംഭവിച്ച കാര്യങ്ങളല്ലേ ഇത്. പുരുഷന്റെ പേര് വെളിപ്പെടുത്താമെങ്കിൽ എന്താ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തിയാൽ എന്തുകൊണ്ട് വെളിപ്പെടുത്തിക്കൂടാ? അതിനെ ക്രൂരമായി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതോ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയോ കുഞ്ഞു പെൺകുട്ടിയോ അല്ലെങ്കിൽ അതൊന്നും അല്ല. പിന്നെ എന്തിനാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്? രാഹുൽ ഈശ്വർ ആ സ്ത്രീയുടെ പേര് പറഞ്ഞതിനോ അതോ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനോ സ്ത്രീ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞതിനോ? കല്യാണം കഴിച്ചതാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം മോശക്കാരനാവുകയും വേറൊരു കല്യാണം കഴിച്ചിരിക്കെ ഇയാളുമായിട്ട് പ്രണയത്തിലായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ സമ്മതിച്ച ഈ സ്ത്രീ നല്ലവളാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരെ നമ്മൾ വളരെ പരമോന്നത നിധിയിലേക്ക് അവരെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എനിക്കതിന് പറ്റത്തില്ല കാണാൻ. അത് ഒരു നല്ല സ്ത്രീക്ക് ചേർന്നൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരാളുമായിട്ട് റിലേഷൻ തുടരുന്നതിനെയോ അല്ലെങ്കിൽ അതിനോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു കല്യാണം കഴിച്ചിരിക്കുക, അത് ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത ആളെ വിവാഹം കഴിക്കുകയോ ബന്ധം തുടരുകയോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതിനെ ഒന്നിനെ ന്യായീകരിച്ച് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുമില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീത്വത്തെ ഒരു സ്ത്രീയെയും ഞാൻ അപമാനിച്ചിട്ടില്ല. ഞാനും ഒരു സ്ത്രീയാണ്. പിന്നെ ഞാൻ എങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കും? പക്ഷേ പുരുഷനും ഇവിടെ ആവശ്യമാണ്. പുരുഷന്മാർക്ക് ഇവിടെ ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്ന ഇക്വാളിറ്റി രണ്ടുപേർക്കും തുല്യമാകുമ്പോഴേ ഇവിടെ ഫെമിനിസം ഉണ്ടാവത്തുള്ളൂ, ഇക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും പുരുഷനോടൊപ്പം ഈക്വലായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് പുരുഷന്റെ പേര് പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ പേര് പറയുന്നതിന് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യം എന്താണ് കാര്യം? അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി ഇരിക്കുകയും നീതിയെല്ലാം നിങ്ങൾക്ക് മാത്രം കിട്ടുകയും മറ്റ് പുരുഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയും ചെയ്യുന്ന കളിപ്പാവകളായിട്ടിരിക്കണമെന്നാണോ സൊസൈറ്റിയിൽ? അതൊന്നും ഒരിക്കലും പറ്റില്ല. തെറ്റ് ചെയ്യുന്ന പുരുഷന്മാർ ശിക്ഷിക്കപ്പെടണം, അതുപോലെ തെറ്റ് ചെയ്യുന്ന സ്ത്രീയും ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് എൻ്റെ വാദം. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയല്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, പാർട്ടി മാറിയോ ടീച്ചർ, പാർട്ടി മാറിയോ, നീ പാർട്ടി മാറിയോ, നീ ഇപ്പം രാഷ്ട്രീയമൊക്കെ മാറിയോ, ഇതെന്നായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എനിക്ക് വളരെയധികം ആശയപ്പൊരുത്തങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുമല്ല. അത് ഞാൻ വ്യക്തമായി പറയാം. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഏത് രാഷ്ട്രീയ ആദർശമാണ് വിശ്വസിക്കുന്നതെന്നും ഏതാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്നും. പക്ഷേ ഒരു കാര്യം കണ്ടപ്പോൾ അതിൻ്റെ ശരി ഇതാണെന്നും തെറ്റിതാണെന്നും അതിൻ്റെ വസ്തുത ഇതാണെന്നും എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. പുരുഷ കമ്മീഷന്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ അതിനെ അനുകൂലിച്ച് തന്നെയാണ് മെസ്സേജ് ഇട്ടത്. കാരണം ഒരുപാട് സ്ത്രീകൾ ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ ഞാൻ പറയാം. ഇപ്പം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കൊച്ചിന്റെ പേര് അതൊന്നും ചെയ്തിട്ടില്ല.
ഒരു വിവാഹം കഴിച്ചിരിക്കെ വേറൊരു പ്രണയത്തിൽ ഏർപ്പെട്ട് ബന്ധം തുടർന്ന് ശാരീരികമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞുണ്ടായി, അതിനെ അബോർഷൻ ചെയ്യാൻ അവൻ പറയുന്നത് മുഴുവൻ കേട്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മുഴുവൻ കേട്ട് അതിനെ അബോർഷൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എവിടുന്നോ പൊട്ടിമുളച്ച് വന്നുകൊണ്ട് കേസ് കൊടുത്തേക്കുന്നത് എന്നെ പീഡിപ്പിച്ചെന്ന്. ആര് പീഡിപ്പിച്ചു? എന്തിനാണ് ഈ പീഡനം, റേപ്പ് എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്? അത് മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം. അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയയിലല്ല, എന്നെ കാണുകയും കേൾക്കുകയും എന്നെ അനുകൂലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട്. എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഫാമിലീസുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ജൂനിയേഴ്സ്, എൻ്റെ സ്റ്റുഡൻസ്, എല്ലാവരോടും ഞാൻ പറയുന്ന ഒരൊറ്റ അഭിപ്രായം ഇത് മാത്രമാണ്. ഞാൻ ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിച്ചോ അല്ലെങ്കിൽ രാഹുൽ ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവകാശം ഈ സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെങ്കിൽ റൈറ്റ്സും ഈക്വൽ ആണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.